നമസ്കാരം. ഞാൻ ഒരു ആത്മഹത്യാക്കുറിപ്പ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി വായിക്കുകയാണ്. ഞാനൊന്നുറങ്ങിയിട്ട് ദിവസങ്ങളല്ല, വളരെ മാസങ്ങളായി. കഠിനമായ ഹൃദയവേദന. ഇങ്ങനെ അല്പാൽപ്പം മരിച്ചുകൊണ്ട് എൻ്റെ അവസാന ദിനത്തെ പ്രതീക്ഷിക്കുവാൻ ഞാൻ അശക്തനാണ്. ഒരു കർമ്മവീരനാകുവാൻ നോക്കി, ഒരു ഭ്രാന്തനായി മാറുവാനാണ് ഭാവം. സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൊതി, അടിമത്തത്തിനു വേണ്ടി വിധി. മോചനത്തിനു വേണ്ടിയുള്ള ഓരോ മറിച്ചിലും ഈ ചരടിനെ കൊടുമ്പിരിക്കൊള്ളിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എൻ്റെ രക്ഷിതാക്കൾ എനിക്ക് ജീവിക്കാൻ വേണ്ടുന്നത് സന്തോഷത്തോടും സ്നേഹത്തോടും തരുന്നുണ്ടാകും. പക്ഷേ ഈ ഔദാര്യമെല്ലാം എൻ്റെ ആത്മാഭിമാനത്തെ പാതാളം വരെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മഹാഭാരമായിട്ടാണ് തീരുന്നത്. ഞാൻ ശ്വസിക്കുന്ന വായു ആകമാനം അസ്വാതന്ത്ര്യത്തിൻ്റെ വിഷബീജങ്ങളാൽ മലീമസമാണ്. ഞാൻ കഴിക്കുന്ന ആഹാരമെല്ലാം ദാസ്യത്തിൻ്റെ കല്ല് കടിക്കുന്നവയാണ്. ഞാൻ ഉടുക്കുന്ന വസ്ത്രം പോലും പാരതന്ത്ര്യത്തിൻ്റെ കാരിരും പാണി നിറഞ്ഞതാണ്. പ്രവർത്തിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, സ്നേഹിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, ആശിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക. ഈ മൂന്നിലുമാണ് ലോകത്തിൻ്റെ സുഖം അന്തർഭവിച്ചിരിക്കുന്നത്. ഇവയിലെല്ലാം എനിക്ക് നിരാശയാണ് അനുഭവം. എനിക്ക് ഏക രക്ഷാമാർഗം മരണമാണ്. അതിനെ ഞാൻ സസന്തോഷം വരിക്കുന്നു. ആനന്ദപ്രദമായ ഈ വേർപാടിൽ ആരും നഷ്ടപ്പെടുന്നില്ല. ഞാൻ നേടുന്നുണ്ട്. മനസ്സാ വാച കർമ്മണ ഇതിൽ ആർക്കും ഉത്തരവാദിത്വമില്ല. സമുദായത്തിൻ്റെ സംശയദൃഷ്ടിയും നിയമത്തിൻ്റെ നിശിത ഖണ്ഡവും നിരപരാധിത്വത്തിൻ്റെ മേൽ പതിക്കരുതേ. എനിക്ക് പാടുവാൻ ആഗ്രഹമുണ്ട്. എൻ്റെ മുരളി തകർന്നുപോയി കൂപ്പുകൈ. ഈ ആത്മഹത്യാക്കുറിപ്പ് മലയാളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ആത്മഹത്യാക്കുറിപ്പാണ്. അതിൻ്റെ അടിയിൽ ഇതെഴുതിയ ആളിൻ്റെ പേര് അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: എനിക്ക് പാടുവാൻ ആഗ്രഹമുണ്ട്, എൻ്റെ മുരളി തകർന്നുപോയി കൂപ്പുകൈ. ഇടപ്പള്ളി രാഘവൻ പിള്ള, കൊല്ലം, 21/11/1111. ഇത് മലയാള വർഷമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതെ, മലയാളികളെ ഒരു കാലത്ത് ഏറെ ദുഃഖിപ്പിച്ച ഇടപ്പള്ളി രാഘവൻ പിള്ള എന്ന കവിയുടെ അവസാന കത്ത്, ആത്മഹത്യാക്കുറിപ്പാണ് ഞാനിവിടെ വായിച്ചത്. ഇതെന്തിന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂളിൽ വായനാ ദിനത്തെക്കുറിച്ച് സംസാരിക്കാൻ, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും PN പണിക്കരെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ ധാരാളം കുട്ടികളുടെ മുമ്പിൽ എത്തി. അതിൽ 1909 ജനിച്ച മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരെ ഇങ്ങനെ പരാമർശിച്ചപ്പോൾ ലളിതാംബിക അന്തർജനത്തിനെയും ഇടപ്പള്ളി രാഘവൻ പിള്ളയെയും ഒക്കെ പേര് പറഞ്ഞു. ഇടപ്പള്ളി രാഘവൻ പിള്ള ജനിച്ചത് 1909 നമുക്കറിയാം. പക്ഷേ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പേര്, PN പണിക്കരും ജനിച്ചത് 1909. അതുകൊണ്ടാണ് ആ വർഷം അങ്ങനെ പറഞ്ഞു പോയത്. പക്ഷേ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പേര് പറഞ്ഞപ്പോൾ മുമ്പിലിരുന്ന കുട്ടി അതാര് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കുട്ടിക്ക് ഇടപ്പള്ളി രാഘവൻ പിള്ളയെക്കുറിച്ച് അറിയില്ല എന്ന് തോന്നി. അങ്ങനെ ഈ സംസാരത്തിനിടയിൽ ചങ്ങമ്പുഴയെക്കുറിച്ച് ഈ കുട്ടിയോട് ഞാൻ പ്രത്യേകമായിട്ട് ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് ചങ്ങമ്പുഴയെ അറിയാം. ചങ്ങമ്പുഴയുടെ മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി മരതകകാന്തിയിൽ മുങ്ങി മുങ്ങി എന്ന് പറയുന്ന കവിതയുടെ കുറച്ച് വരികൾ ആ കുട്ടി ചൊല്ലി. പക്ഷേ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ 2 വരി കവിത ആ കുട്ടിക്ക് അറിയില്ല. ഇടപ്പള്ളി കവികൾ എന്നറിയപ്പെടുന്ന കവികളാണ് ഇടപ്പള്ളി രാഘവൻ പിള്ളയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും. ഇടപ്പള്ളി എന്നുള്ള പേരിൽ ചേർത്ത് അറിയപ്പെടുന്ന കവി ആണ് ഇടപ്പള്ളി രാഘവൻ പിള്ള. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇടപ്പള്ളി രാഘവൻ പിള്ളയെക്കുറിച്ച് ആ കുട്ടിക്ക് അറിയില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആത്മഹത്യാക്കുറിപ്പ് നിങ്ങൾക്ക് മുമ്പിൽ വായിച്ചതും അദ്ദേഹത്തിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത്. ഇടപ്പള്ളി രാഘവൻ പിള്ള ചങ്ങമ്പുഴയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു 2.5-3 വയസ്സിൻ്റെ മൂപ്പാണ് ഇടപ്പള്ളി രാഘവൻ പിള്ളയ്ക്ക് ഉള്ളത്. 1909 ഇടപ്പള്ളി രാഘവൻ പിള്ള ജനിക്കുന്നു. 1911 ചങ്ങമ്പുഴ കൃഷ്ണപിള്ള
ജനിക്കുന്നു. ചങ്ങമ്പുഴയും വൈലോപ്പിള്ളിയും ഒക്കെ 1911 ജനിച്ചത്. അങ്ങനെ ഇവർ ഇടപ്പള്ളി എന്ന് പറയുന്ന ഈ ഇടപ്പള്ളി രാഘവൻ പിള്ള ഇടപ്പള്ളിയിലേക്ക് പിന്നീട് വന്നു ചേർന്നതാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അദ്ദേഹം പറവൂരിലായിരുന്നു. അവിടെ നിന്ന് അമ്മ മരിക്കുകയല്ല, അമ്മ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ക്യാൻസർ രോഗത്തെ തുടർന്ന് അതിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് അമ്മ. അങ്ങനെയാണ് അച്ഛൻ്റെ നാടായ ഇടപ്പള്ളിയിലേക്ക് ഇടപ്പള്ളി രാഘവൻ പിള്ള വരുന്നതും ബാല്യകാലത്തിൽ ചങ്ങമ്പുഴയോടൊപ്പം അദ്ദേഹം ചേരുന്നതും. ഒപ്പം ചേരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അതിനെക്കുറിച്ച് പറയാം. ഇടപ്പള്ളി രാഘവൻ പിള്ള സ്കൂളിൽ പഠിക്കുമ്പോൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 2 ക്ലാസ് താഴെയാണ് പഠിക്കുന്നത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കുട്ടിക്കാലത്ത് തന്നെ കവിത എഴുതി തുടങ്ങി. അദ്ദേഹത്തിന് കവിത എഴുതാൻ വല്ലാത്തൊരു അഭിനിവേശമാണ്. തൻ്റെ കവിത ആരെങ്കിലുമൊക്കെ വായിച്ചിട്ട് നന്നായി നന്നായി എന്ന് പറയുന്നത് കേൾക്കാൻ വല്ലാത്ത കൊതിയുള്ള ഒരു ബാല്യമായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ. ഇതിനിടയിൽ തന്നെ ഇടപ്പള്ളി രാഘവൻ പിള്ള അത്യാവശ്യം കവിതകളൊക്കെ എഴുതി ഒരു കവിയായിട്ട് മുതിർന്നവരുടെ കൂട്ടത്തിൽ പോലും അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഈ മുതിർന്നവരുടെ കൂട്ടത്തിൽ ഇടപ്പള്ളി അംഗീകരിക്കപ്പെട്ടിരുന്നു, ഇടപ്പള്ളി രാഘവൻ പിള്ള അംഗീകരിക്കപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് ഈ കുട്ടികളുടെയൊക്കെ അല്ലെങ്കിൽ വളർന്നു വരുന്ന എഴുത്തുകാരെ, പ്രത്യേകിച്ച് കവികളെ ഏറെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇടപ്പള്ളി കരുണാകര മേനോൻ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് ഒരു സാഹിത്യ സമാജത്തിന് ഇടപ്പള്ളി കരുണാകര മേനോനും കൂട്ടുകാരും രൂപം കൊടുത്തിരുന്നു. ആ സാഹിത്യ സമാജത്തിലെ അംഗമായിരുന്നു കുട്ടിയായിട്ടുള്ള ഇടപ്പള്ളി രാഘവൻ പിള്ള. അപ്പോൾ ഇടപ്പള്ളി രാഘവൻ പിള്ളയ്ക്ക് കുട്ടികളെക്കാൾ കുറച്ചുകൂടി മുതിർന്ന എഴുത്തുകാരുമായിട്ടും സാഹിത്യ അഭിരുചി ഉള്ളവരുമായിട്ടും സാഹിത്യ പ്രേമികളുമായിട്ടും ഒക്കെ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അവിടെ ബാലസമാജം എന്നൊരു സംഘവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. കുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ബാലസംഘം. അതിൽ ആണ് അദ്ദേഹം തൻ്റെ കവിതകൾ ഇങ്ങനെ എഴുതുകയും തൻ്റെ കൂട്ടുകാരെ ചൊല്ലി കേൾപ്പിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇടപ്പള്ളി രാഘവൻ പിള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടി മുതിർന്നവരുടെ ഒരു കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മുതിർന്ന ഒരു വല്യേട്ടൻ മനോഭാവം ഇടപ്പള്ളി രാഘവൻ പിള്ളയ്ക്ക് ഉണ്ടായിരുന്നു. സ്കൂളിൽ എത്തി രണ്ടുപേരും, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഇടപ്പള്ളി രാഘവൻ പിള്ളയും ഒരു സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇടപ്പള്ളി രാഘവൻ പിള്ള 2 ക്ലാസ് മുമ്പിലാണ് പഠിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് 2 വർഷം ക്ലാസ്സിൽ പരാജയപ്പെട്ട സമയത്ത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഒപ്പമെത്തി. രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. സ്വാഭാവികമായും ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരേ നാട്ടിലുള്ള 2 പേർ പരസ്പരം മത്സരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ അനാവശ്യങ്ങൾ പറയുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്ന എഴുത്തുകാരൻ തൻ്റെ സ്കൂളിലെത്തിയപ്പോൾ ഇടപ്പള്ളി രാഘവൻ പിള്ളയ്ക്ക് തോന്നി തനിക്കൊരു എതിരാളി വന്നിരിക്കുന്നു. അധ്യാപകരൊക്കെ ഇടപ്പള്ളി രാഘവൻ പിള്ളയെ കൊണ്ട് ക്ലാസ്സിൽ പദ്യങ്ങളൊക്കെ വായിപ്പിച്ചിരുന്ന അധ്യാപകരൊക്കെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയോട് തുള്ളൽ കവിതകളും മറ്റ് കവിതകളൊക്കെ ഇങ്ങനെ വായിക്കാൻ പറയുമ്പോൾ അതിൽ വല്ലാത്തൊരു ഈർഷ്യ, ഒരു ഇഷ്ടക്കേട് ഇടപ്പള്ളി രാഘവൻ പിള്ളയ്ക്ക് തോന്നുകയും ചങ്ങമ്പുഴയെ നിശ്ചിതമായിട്ട് പലപ്പോഴും ക്രൂരമായി തന്നെ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇടപ്പള്ളി രാഘവൻ പിള്ള. ആ ബാല്യകാലം ഒന്നറിയാൻ വേണ്ടി പറയുകയാണ്. ഇടപ്പള്ളി കവികൾ എന്നറിയപ്പെടുന്ന കവികളാണ്. ഒരു ഞെട്ടിൽ അങ്കുരിച്ചാത്ത ശോഭം വിലസിലും രണ്ടോമൽ പൂക്കൾ പോലെ എന്നും, ഒറ്റ ഞെട്ടിൽ വിരിഞ്ഞു സൗരഭമുറ്റിടും 2 പൂക്കൾ പോലെന്നും ഒക്കെ നമ്മൾ പറയുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെയും ആ ബാല്യകാലം കുട്ടികളായ നിങ്ങൾക്ക് ഒന്ന് ഓർക്കാൻ വേണ്ടി, അങ്ങനെ ഒരു മത്സരം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഏതായാലും അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കിടമത്സരം, വല്ലാത്ത മത്സരം. അവർ തമ്മിലുള്ള അപവാദം പറച്ചിൽ മാത്രമല്ല വീട്ടുകാരെയും അപവാദം പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഈ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മുത്തശ്ശി ഇടപ്പള്ളി കോവിലകത്തെ ഒരു അടിച്ചുതളിക്കാരിയായിരുന്നു. അവിടെ രാവിലെ പോകും, ജോലിയൊക്കെ ചെയ്യും. എന്നിട്ട് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ, വൈകുന്നേരം വരുമ്പോൾ അവിടുന്ന് എന്തെങ്കിലും ആഹാരം വെച്ചുവെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം, ഒരു പകർച്ച തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. അത് കുട്ടികൾക്കൊക്കെ കൊടുക്കും. ഈ മുത്തശ്ശിക്ക് കവിളിൽ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു, ഒരു കടലയ്ക്കയുടെ വലിപ്പത്തിലുള്ള അരിമ്പാറ. അങ്ങനെ ആ നാട്ടുകാരൊക്കെ, ഇടപ്പള്ളിക്കാരൊക്കെ ഈ മുത്തശ്ശിയെ കടലയ്ക്ക എന്നാണ് ഇടംപേരിട്ട് വിളിച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവരുന്ന ആഹാരം എച്ചിലാണ് എന്നുള്ള അർത്ഥത്തിൽ വല്ലാത്ത ഒരു വിഷമിപ്പിക്കുന്ന തരത്തിലൊക്കെ ചങ്ങമ്പുഴയെ കൂട്ടുകാർ കളിയാക്കുമായിരുന്നു. അതിൽ ഏറ്റവും നിശ്ചിതമായിട്ട് പരിഹസിച്ചിരുന്നത്, പല തരത്തിൽ പരിഹസിച്ചിരുന്നത് ഇടപ്പള്ളി രാഘവൻ പിള്ളയായിരുന്നു. കാരണം എഴുത്തിൽ അല്ലെങ്കിൽ കവിതയിൽ തൻ്റെ ശത്രുവാണ് ഈ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് ഇടപ്പള്ളി ബാല്യത്തിൽ തന്നെ കണക്കുകൂട്ടി. അതുകൊണ്ട് ഈ തരത്തിൽ ഒരു കളിയാക്കൽ ഇടപ്പള്ളി രാഘവൻ പിള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ തൻ്റെ കൂട്ടുകാരോടൊപ്പം ചേർന്നുകൊണ്ട് നടത്തിയിരുന്നു, അല്ലെങ്കിൽ പരിഹസിച്ചിരുന്നു. അത് തുടിക്കുന്ന താളുകളെന്ന് പറയുന്ന
ആത്മകഥയിൽ, അപൂർണമായ ആത്മകഥയിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള വിവരിച്ചിട്ടുണ്ട്. തൻ്റെ ബാല്യത്തിൽ തന്നെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തിയത്, ഏറ്റവും ദുഃഖിപ്പിച്ചത്, തൻ്റെ ലോല ഹൃദയത്തിന് മുറിവേൽപ്പിച്ചത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പരിഹാസങ്ങളായിരുന്നു എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പരിഹാസങ്ങൾ, അതിൽ മിക്കതും കവിതകളിലായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ ഈ ഇടപ്പള്ളി രാഘവൻ പിള്ളയ്ക്ക് മനോഹരമായ കവിത എഴുതുവാനുള്ളൊരു പ്രചോദനം കൂടിയായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ പരിഹസിച്ചിരുന്നത് എന്നുള്ളതാണ്. അതിൽ മുത്തശ്ശിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയ പദ്യം, ഒരു കളിയാക്കൽ കവിത ഇങ്ങനെയാണ്: പച്ചക്കടലയ്ക്ക് തിന്നാൽ ആർക്കും പദ്യമെഴുതുവാനൊക്കും, മെച്ചത്തിലുള്ളതായി തോന്നാം കുറച്ചെച്ചിലും കൂടി കഴിച്ചാൽ. എത്ര പരിഹാസമാണ്! പച്ചക്കടലയ്ക്ക് എന്ന മുത്തശ്ശിയെ പേര് വിളിക്കുന്നു, ഇടംപേര് വിളിക്കുന്നു. എച്ചിൽ തീനി എന്ന് ചങ്ങമ്പുഴയ്ക്ക് ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നു, അതിനെ പരിഹസിക്കുന്നു. ഇതൊക്കെ ചങ്ങമ്പുഴയ്ക്ക് വല്ലാത്ത വിഷമമായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നീട് ഇടപ്പള്ളി കരുണാകര മേനോൻ ചങ്ങമ്പുഴയെ വാത്സല്യപൂർവ്വം, അനുഭാവപൂർവ്വം സ്വീകരിക്കുകയും അദ്ദേഹത്തിനെ കൂടി ഈ സാഹിത്യ സമാജത്തിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹം മുൻകൈയെടുത്ത് ഇവരുടെ പിണക്കം മാറ്റുകയും ചെയ്തു. ഇതൊന്നുമല്ല, ഒരുപാട് പരിഹാസ രചനകൾ ഇടപ്പള്ളി രാഘവൻ പിള്ള ചങ്ങമ്പുഴയ്ക്കെതിരെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ തമ്മിൽ അങ്ങനെ പിന്നീട് സുഹൃത്തുക്കളായി മാറുകയാണ് ചെയ്തത്. അധികമൊന്നും നീണ്ടു നിന്ന സൗഹൃദമായിരുന്നില്ല. കാരണം 27ാമത്തെ വയസ്സിൽ ഇടപ്പള്ളി രാഘവൻ പിള്ള ആത്മഹത്യ ചെയ്യുകയാണ്. അതിലേക്ക് വരാം. ഏതായാലും അങ്ങനെ ആ രണ്ടുപേരും ഇടപ്പള്ളി കവികൾ എന്ന പേരിൽ അറിയപ്പെട്ട് ആ സാഹിത്യ സമാജത്തിലൂടെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിപുലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഇടപ്പള്ളി രാഘവൻ പിള്ള ഒരു പ്രണയത്തിൽ കുടുങ്ങി. അദ്ദേഹം അദ്ദേഹം പഠിപ്പിച്ചിരുന്ന ഒരു കുട്ടിയുമായിട്ടൊരു പ്രണയത്തിൽ കുടുങ്ങി. അത് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്ത് 1-2 പത്രം ഓഫീസിൽ അദ്ദേഹം ജോലി ചെയ്തു. പിന്നീട് അദ്ദേഹം കൊല്ലത്ത് വൈക്കം നാരായണപിള്ള എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു വക്കീലിൻ്റെ വീട്ടിൽ ഗുമസ്തപ്പണിക്കായിട്ട് ആ കുട്ടികളെയൊക്കെ ട്യൂഷൻ എടുക്കാനും ഗുമസ്തപ്പണി ചെയ്യാനും ഒക്കെ അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. അങ്ങനെ അവിടെയായി താമസം. അവിടെ വെച്ച് അദ്ദേഹം നിരവധി കവിതകൾ, മനോഹരങ്ങളായിട്ടുള്ള നിരവധി കവിതകൾ ഇടപ്പള്ളി രാഘവൻ പിള്ള എഴുതി. അതൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അങ്ങനെ കവി എന്നുള്ള നിലയിൽ അദ്ദേഹം അങ്ങനെ വളർന്നു വരികയാണ്. ചങ്ങമ്പുഴയും ഇടപ്പള്ളിയിൽ അദ്ദേഹവും പല ഇടങ്ങളിൽ പ്രവർത്തിച്ചു. അത് ചങ്ങമ്പുഴയെക്കുറിച്ച് പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഏതായാലും അങ്ങനെ ഇടപ്പള്ളി രാഘവൻ പിള്ള തൻ്റെ പ്രവർത്തന പന്ഥാവിലൂടെ ഗുമസ്തപ്പണിയുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഇതിനിടയിൽ അദ്ദേഹം ഒരു പരീക്ഷ എഴുതി, പക്ഷേ അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെ കടുത്ത നിരാശയിലേക്ക്, ഇദ്ദേഹം കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവമെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സ്ഥായിയായ വികാരമെന്ന് പറയുന്നത് കഠിനമായ നിരാശയും ജീവിതത്തിനോടുള്ള വിരക്തിയുമായിരുന്നു. എപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആത്മഹത്യയെ, മരണത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു കവിയായിരുന്നു ഇടപ്പള്ളി രാഘവൻ പിള്ള. പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണ വരുന്നത് അവിടെയാണ്. കാരണം ചങ്ങമ്പുഴയുടെ രമണൻ എന്ന് പറയുന്ന കവിത വായിക്കുമ്പോൾ, കുട്ടിക്കാലത്ത് നമ്മുടെ അധ്യാപകർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അവർ പറയും, ഇതിൽ മദനൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും രമണൻ ഇടപ്പള്ളി രാഘവൻ പിള്ളയുമാണ് എന്ന് പറയും. ശരിയാണ്, ആ സൗഹൃദം തന്നെയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ ആ രമണൻ എന്ന് പറയുന്ന കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നതും. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആത്മഹത്യ തന്നെയാണ് ആ കവിതയിലെ പ്രമേയവും എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ പലപ്പോഴും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന് പറയുന്ന ഗ്രാമീണ നാടകീയ വിലാപ കാവ്യത്തിലെ ഒരു കഥാപാത്രമായി, രമണൻ എന്ന് പറയുന്ന ഒരു നിരാശാ കാമുകനായി, കാമുകിയുടെ ഉപേക്ഷിക്കൽ നിമിത്തം ആത്മഹത്യ ചെയ്ത ഒരു കാമുകനായിട്ടാണ് നമ്മൾ ഇടപ്പള്ളി രാഘവൻ പിള്ളയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒരുപക്ഷെ ചങ്ങമ്പുഴയുടെ കവിതയോളം, ഒന്നുകൂടി പറഞ്ഞാൽ ചില വരികൾ ചങ്ങമ്പുഴ കവിതകളേക്കാൾ ഒരു പടി കൂടി മുകളിൽ നിൽക്കുന്ന മനോഹരങ്ങളായ പദങ്ങൾ കോർത്തിണക്കിയ ആ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ വരികൾ നമ്മൾ അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്നു. ഭാവോജ്വലമായ, തീവ്രമായിട്ടുള്ള, മനോജ്ഞമായിട്ടുള്ള, സംഗീത സാന്ദ്രമായിട്ടുള്ള ആ വരികളൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോവുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും പല സാമ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഈ കവിതകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. ഏതായാലും ഈ കൊല്ലത്ത് അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, വൈക്കം നാരായണപിള്ളയുടെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് തൻ്റെ കാമുകിയുടെ വിവാഹം ഉറപ്പിച്ചു എന്നുള്ളൊരു വാർത്ത, ഒരു ക്ഷണക്കത്ത് ഈ വൈക്കം നാരായണപിള്ളയുടെ വീട്ടിലേക്ക് ഈ പെണ്ണിൻ്റെ കല്യാണം ക്ഷണിച്ചുകൊണ്ടൊരു കത്ത് വരികയാണ്. കാരണം ഇവർ ബന്ധുക്കളായിരുന്നു. ഈ പെൺകുട്ടിയും, ഇടപ്പള്ളി രാഘവൻ പിള്ള പ്രണയിച്ചിരുന്ന പെൺകുട്ടിയും ഈ വക്കീൽ നാരായണപിള്ളയും ബന്ധുക്കളായിരുന്നു. അങ്ങനെ ഇതിൽ മനം നൊന്ത ഇടപ്പള്ളി രാഘവൻ പിള്ള ആ കല്യാണ ദിവസം തന്നെ ആ വക്കീലിൻ്റെ വീട്ടിൽ, വക്കീൽ ഓഫീസിൻ്റെ ഉമ്മറത്ത് കഴുത്തിലൊരു പൂമാലയൊക്കെ ഇട്ടുകൊണ്ട്, ഒരു വരണമാലയൊക്കെ ചാർത്തിക്കൊണ്ട് ആത്മഹത്യ ചെയ്തു.
ആ ആത്മഹത്യയ്ക്ക് മുമ്പുള്ള ആത്മഹത്യാക്കുറിപ്പാണ് ഞാനിവിടെ വായിച്ചത്. ഇതിൽ ഒരു പ്രേമനൈരാശ്യം നിമിത്തം ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് എങ്ങും അദ്ദേഹം എഴുതിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യണം എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തതാണ്. മാത്രമല്ല കടുത്ത നിരാശയാണ്. അച്ഛനൊരു കള്ളുകുടിയൻ, ഒരു എന്താ പറയുന്ന അസാൻമാർഗിക മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി. അച്ഛന് വേണ്ടി ഒരു ദിവസം ഇടപ്പള്ളി രാഘവൻപിള്ള ജയിലിൽ കിടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റേഷനകത്തായിട്ടുണ്ട്. ഇദ്ദേഹം ഒരു കേസിൽ കുടുങ്ങി, ഒരു പണ അപഹരണ കേസിൽ ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ അച്ഛൻ കുടുങ്ങിയപ്പോൾ അച്ഛനെ അന്വേഷിച്ച് ചെന്നപ്പോൾ പോലീസുകാർ ഇദ്ദേഹത്തിനെ കൂടി പിടിച്ച് അച്ഛനോടൊപ്പം സെല്ലിലടച്ചു. ഇതൊരു കനത്ത അപമാനമായിട്ട് ഇടപ്പള്ളി രാഘവൻപിള്ളയ്ക്ക് തോന്നി. കാരണം അന്ന് ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്നത് മുതിർന്നവരായിരുന്നു. അതും സാഹിത്യ നഭസിൽ വ്യാപരിക്കുന്ന വലിയ വലിയ ആളുകളുമായിട്ടുമായിരുന്നു ഒക്കെ സൗഹൃദം. പക്ഷേ അതൊക്കെ തന്നെ ഈ ജയിൽവാസമൊക്കെ തന്നെ അച്ഛനോടുള്ള ഒരു ഇഷ്ടക്കേടും ജീവിതത്തോട് തന്നെ ഉള്ളൊരു അനിഷ്ടവും ഒക്കെ ഇടപ്പള്ളി രാഘവൻപിള്ളയിൽ ഉണ്ടാക്കി തീർത്തു. അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത ഇടപ്പള്ളി രാഘവൻപിള്ള പിന്നീട് മലയാളികൾ അറിഞ്ഞത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന് പറയുന്ന ആ കവിതയിൽ ഒരു കഥാപാത്രമായിട്ട് മാത്രമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇടപ്പള്ളി രാഘവൻപിള്ളയെ അധികം അറിയാതെ പോകുന്നതും. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ പേര് പറഞ്ഞപ്പോൾ അതാര് എന്ന് ചോദിച്ചതും. ഞാൻ പറഞ്ഞു, വളരെ സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കവിതകളാണ് ഇടപ്പള്ളി രാഘവൻപിള്ള മലയാളികൾക്ക് പകർന്നത്. പക്ഷേ ചങ്ങമ്പുഴ എന്ന് പറയുന്ന ആ ചന്ദ്രികയുടെ വെളിച്ചത്തിൽ ഇടപ്പള്ളിയുടെ വെളിച്ചം മങ്ങിപ്പോയി. അല്ലെങ്കിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ ആരാധിക്കുന്ന ആരാധക വൃന്ദത്തിന് നടുവിൽ ഇടപ്പള്ളിയുടെ ശബ്ദം ദുർബലമായി പോയി. പക്ഷേ ഇടപ്പള്ളിയെ സ്നേഹിക്കുന്നവരുണ്ട്, ഇടപ്പള്ളി രാഘവൻപിള്ളയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അദ്ദേഹത്തിൻ്റെ കവിതകളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മലയാളികളുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതയോടൊക്കെ കിടപിടിക്കുന്ന തരത്തിലുള്ള വരികളൊക്കെ ഇടപ്പള്ളി എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിലെ 1-2 വരികൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതകൾ വളരെ പ്രസിദ്ധമായ കവിതകളാണ്. അതിൽ എന്നെ പലപ്പോഴും ആകർഷിച്ചിട്ടുള്ള ഒരു കവിതയാണ് കാമുകൻ വന്നാൽ. ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യമായിട്ട് കേൾക്കുന്നത് പ്രൊഫസർ വി സാംബശിവൻ്റെ കഥാപ്രസംഗത്തിൽ, അനീസ്യ എന്ന് പറയുന്ന കഥാപ്രസംഗത്തിൽ അനീസ്യ എന്ന് പറയുന്ന ആ നായിക കണ്ണാടിയിൽ നോക്കി ഒരുങ്ങുന്ന സമയത്ത് സാംബശിവൻ ആ കവിത മനോഹരമായിട്ട് പാടുന്നുണ്ട്. അതിങ്ങനെയാണ്: നിന്നാത്മനായകൻ ഇന്നുരാവിൽ വന്നാൽ നീ എന്തു ചെയ്യും. ഇങ്ങനെയാണ് ആ കവിത പോകുന്നത്. അപ്പോൾ അതിൻ്റെ മറുപടി ആ കാമുകി പറയും, ഒരു ചോദ്യോത്തരമാണ്. ശരിക്കും അത് കാമുകൻ വന്നാൽ എന്നാണ് ആ കവിതയുടെ പേര്. നമ്മൾ പലരും ചിന്തിക്കാതെ പോകുന്ന അല്ലെങ്കിൽ അറിയാതെ പോകുന്നൊരു കവിത ഇടപ്പള്ളി രാഘവൻപിള്ള കാമുകൻ എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കാമുകൻ എന്ന് ഇടപ്പള്ളി രാഘവൻപിള്ള എഴുതി, കാമുകൻ വന്നാൽ എന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതി. അപ്പോൾ ആ കാമുകൻ എന്നുള്ള കവിതയിലെ കുറച്ച് വരികൾ ഞാൻ നിങ്ങൾക്കൊന്ന് ചൊല്ലിത്തരാം. അതിങ്ങനെയാണ്: കാമുകൻ ചോദ്യമായി ഓമലെ ഞാനൊരു കാർമുകിലായാൽ നീ എന്തു ചെയ്യും. ചോദ്യമാണ്. അപ്പോൾ കാമുകിയുടെ മറുപടി: ഞാനതിൻ മധ്യത്തിൽ വൈദ്യുതവല്ലിയായി വാനിൽ വളരോളി വീശി മിന്നും. കാമുകൻ ചോദ്യമായി ഓമലെ ഞാനൊരു കാർമുകിലായാൽ നീ എന്തു ചെയ്യും. ഞാനതിൻ മധ്യത്തിൽ വൈദ്യുതവല്ലിയായി വാനിൽ വളരോളി വീശി മിന്നും. വീണ്ടും: മാമകാനന്ദമേ അമുകിൽ ചൂടുന്ന മാമലയായി ഞാൻ മാറിയാലോ. മാമകാനന്ദമേ ആമുകിൽ ചൂടുന്ന മാമലയായി ഞാൻ മാറിയാലോ. അപ്പോൾ മറുപടി: ആഴിയിൽ മുങ്ങാത്ത ആദിത്യനായതിൻ താഴിക പൊൻകൂടമായി വിളങ്ങും. ആഴിയിൽ മുങ്ങാത്ത ആദിത്യനായതിൻ താഴിക പൊൻകൂടമായി വിളങ്ങും. എത്ര മനോഹരമായ വരികളാണ് ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ഈ വരികൾ. ഞാൻ പറഞ്ഞല്ലോ, കാമുകൻ വന്നാലെന്നുള്ള കവിത നമ്മൾ പാടുന്നു. പക്ഷേ കാമുകൻ എന്ന് പറയുന്ന ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ ഈ കവിത പലപ്പോഴും നമ്മൾ വിസ്മരിക്കുന്നു. ഇനി മറ്റൊരു രസമുണ്ട്. അതായത് 1934 ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആദ്യമായിട്ട് തൻ്റെ ബാഷ്പാഞ്ജലി എന്ന കവിതാ സമാഹാരം പുറത്തിറക്കുന്നത്. അദ്ദേഹം 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെ എഴുതിയ കവിതകളാണ് അതിലുള്ളത്. അതിൽ ആദ്യത്തെ കവിത ആ പൂമാല എന്നുള്ള കവിതയാണ്. ഈ ആ പൂമാല
തുടങ്ങുന്നത് നമുക്കറിയാം, ആരു വാങ്ങും ഇങ്ങാരു വാങ്ങും ഇങ്ങാരാമത്തിൻ്റെ രോമാഞ്ചം എന്നാണ്. ഇത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പരിഹാസമാണ് ഈ കവിതയുടെ, അല്ലെങ്കിൽ ആ വരി അങ്ങനെ തുടങ്ങാൻ കാരണം ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെയും കൂട്ടുകാരുടെയും പരിഹാസമായിരുന്നു. കാരണം ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുത്തശ്ശിക്ക് കടലയ്ക്ക എന്നുള്ള പേര് വിളിക്കും. ആ വരിയൊക്കെ ഞാൻ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയെ കളിയാക്കിക്കൊണ്ട് ഇടപ്പള്ളി രാഘവൻ പിള്ള ചങ്ങമ്പുഴ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് നിന്ന് പാടുമായിരുന്നു, ആരു വാങ്ങൂമിങ്ങാരു വാങ്ങൂമി 6 കാശിൻ്റെ കടലയ്ക്ക എന്നിങ്ങനെ പാടും. മനോഹരമായ താളത്തിൽ പാടും. കുട്ടികളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഇതിൽ വല്ലാത്ത ഹൃദയവേദന ഉണ്ടായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയ്ക്ക്. അതുകൊണ്ടാണ് ഒരു പ്രതികാര ബുദ്ധി, ബാഷ്പാഞ്ജലി എന്ന് പറയുന്ന കവിതയിൽ ആദ്യത്തെ കവിത അദ്ദേഹം അതേ താളത്തിൽ അതേ വാക്കിൽ ആരംഭിച്ചു എന്നുള്ളതാണ്. ആരു വാങ്ങുമിങ്ങാരു വാങ്ങുമിയാരമത്തിൻ്റെ രോമാഞ്ചം അപ്രമേയ വിലാസലോലമം സുപ്രഭാതത്തിൻ സുസ്മിതം പൂർവദിങ്മുഖത്തിങ്കളൊക്കെയും പൂവിതളൊളി പൂശുമ്പോൾ ഇങ്ങനെ പോകുന്ന ആ കവിത മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ ഒരു കവിത ഇടപ്പള്ളി രാഘവൻ പിള്ളയുടേതായിട്ടുണ്ട്. അതുകൂടി ഞാനൊന്ന് വായിക്കാം. ആ കവിതയുടെ പേര് കരയല്ലേ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കരയല്ലേ എന്നുള്ള കവിത, താളം, ആ വാക്കുകളുടെ മനോഹാരിത ഒക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് പിടികിട്ടും. കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കരയല്ലേ തങ്കം കരയല്ലേ തങ്കം കളയല്ലേ കാലം കഥനത്താൽ അതിവേഗം നമുക്കിവിടെയുള്ളതാം മലരറുക്കേണം മതിയോളം അമലേ അല്ലെങ്കിൽ അണയുമാത്തെന്നാൽ അപഹരിച്ചേക്കും അഖിലവും സിരകളിൽ ചുട്ടരുധിരം പായുന്നു ത്വരിതമായി കൺകൾ തെളിയുന്നു അവസരം മറ്റില്ലിനിയ ചുംബനം ശതമന്യോന്യം നാം പകരുവാൻ അറിക നമ്മൾ തൻ നിമിഷ ജീവിതം സുരഭിലാശയാൽ പരിഭൂതം നിശിത സുസ്ഥിരകരമാവാഞ്ചകൾ നിയതം തൃപ്തിയായി പൊതിയേണം സമയത്തിൻ കരതലമൊഴുക്കുന്നു മരണത്തിൻ മഞ്ജുമണിനാദം സമയത്തിൻ കരതലമൊഴുക്കുന്നു മരണത്തിൻ മഞ്ജുമണിനാദം. അപ്പോൾ ഈ മരണത്തിനോട് വല്ലാത്തൊരു അഭിനിവേശം. എന്ത് നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാലും അവസാനം ആത്മഹത്യ, മരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഈ ഇടപ്പള്ളി രാഘവൻ പിള്ള ചെന്ന് മുട്ടുമായിരുന്നു, അല്ലെങ്കിൽ ചെന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൽ ഏകദേശം 80ഓളം കവിതകളുണ്ട്. ആ കവിതകളിലൊക്കെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ മരണത്തെ വല്ലാതെ സ്നേഹിക്കുന്ന വരികൾ നിരവധി കാണാം. അതിൽ നിരാശ എന്ന് പറയുന്ന കവിതയിലെ കുറച്ച് വരികൾ ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. മൽക്കരൾ പൊട്ടി ഞാൻ ഇന്നു മരിച്ചാലി പുൽക്കോടി പോലും കരകയില്ല എന്തിനാൻ ഈശനൻ വിത്തിനെ ശൂന്യമാം അന്ധകാരത്തിൽ വിതച്ചതാവോ ഒപ്പം മുളച്ചൂലതികകളൊക്കെയും പുഷ്പിച്ചു പുഞ്ചിരിച്ചാനന്ദിപ്പൂ. അതാണ് ഞാനെന്ന് പറയുന്ന വിത്തിനെ എന്തിനാണ് ഈശ്വരൻ അന്ധകാരത്തിൽ വിതച്ചത്? എനിക്കൊപ്പം വിതച്ച വിത്തുകളൊക്കെ മുളച്ച് പുഷ്പിച്ച് പരിലസിക്കുന്നു, ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന കടുത്ത നിരാശ ഓരോ ഘട്ടങ്ങളിലും ഈ ഇടപ്പള്ളി രാഘവൻ പിള്ളയ്ക്കുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു, ഞാൻ പറഞ്ഞു. അച്ഛനോടൊപ്പം ജയിലിലായതിൽ മനംനൊന്ത് ഇടപ്പള്ളി കായലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ ആരൊക്കെയോ കണ്ടു അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി. പക്ഷേ പിന്നീട് 27ാമത്തെ വയസ്സിൽ കൊല്ലത്താണ് അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിന് വേദിയാകാനുള്ള, അല്ലെങ്കിൽ കൊല്ലത്തിനാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു ദൗർഭാഗ്യം സിദ്ധിച്ചത് എന്ന് പറയാം. 1936 ജൂൺ 4-ാം തീയതി അർദ്ധരാത്രി. അതാണ് നമുക്ക് സംശയം വരുന്നത്, 4-ാം തീയതിയാണോ 5-ാം തീയതിയാണോ എന്നൊക്കെയുള്ള തർക്കം വരുന്നുണ്ടല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആഗസ്റ്റ് 14-നാണോ 15-നാണോ എന്നൊക്കെ ചോദിക്കും പോലെ 4-ന് അർദ്ധരാത്രി അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ്.
വക്കീൽ ഓഫീസിൻ്റെ ഉമ്മറത്ത് നേരത്തെ പറഞ്ഞതുപോലെ കഴുത്തിലൊരു പൂമാലയും ചാർത്തി ഒരു തുണ്ട് കയറിൽ അദ്ദേഹം ജീവനൊടുക്കുന്നു. മരിക്കുന്നതിൻ്റെ തലേ ദിവസം തൻ്റെ 2 കവിതകൾ മണിനാഥം, നാളത്തെ പ്രഭാതം എന്നീ 2 കവിതകൾ അദ്ദേഹം തൻ്റെ കവിതകൾ പ്രസിദ്ധീകരിക്കുന്ന പത്രം ഓഫീസിൽ എത്തിച്ചു. മാതൃഭൂമി പത്രം ഓഫീസിലും മലയാള രാജ്യം ചിത്രവാരിക അതിൽ ഓഫീസിലും ഈ 2 കവിതകൾ എത്തിച്ചു. മാതൃഭൂമിയിൽ എത്തിച്ചത് മണിനാഥം എന്ന് പറയുന്ന കവിതയും മലയാള ഭൂമിയിൽ എത്തിച്ചത് നാളത്തെ പ്രഭാതം എന്ന് പറയുന്ന കവിതയുമായിരുന്നു. മാതൃഭൂമിയിൽ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണം അച്ചടിച്ചു വന്നത് ജൂലൈ 6-ാം തീയതിയാണ്. 4-ാം തീയതി അദ്ദേഹം വെളുപ്പിന് ആത്മഹത്യ ചെയ്യുന്നു. 5-ാം തീയതി എല്ലാവരും അറിയുന്നു. 6-ാം തീയതി അദ്ദേഹത്തിൻ്റെ മണിനാഥം എന്ന കവിതയും ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണവാർത്തയും ഒരുമിച്ചാണ് ആ പത്രത്തിൽ അച്ചടിച്ച് വരുന്നത്. അതൊരു വലിയ സംഭവമായി. തൻ്റെ മരണം ഒരു സംഭവമാക്കണം, ചർച്ച ചെയ്യപ്പെടണമെന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു തോന്നൽ ഇടപ്പള്ളി രാഘവൻ പിള്ളയ്ക്കുണ്ടായിരുന്നു. ഇന്നാണെങ്കിലോ നമ്മളൊന്ന് ആലോചിക്കണം, ഇന്ന് പത്രത്തിലും ടി വിയിലും ഒക്കെ ഇതൊന്ന് ചർച്ചയായിരിക്കും. കഴുത്തിൽ പൂമാലയുമായിട്ട് തൻ്റെ ഉടമസ്ഥ അല്ലെങ്കിൽ താൻ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ അതിൻ്റെ ഉമ്മറത്ത് ഒരു കയറിൻ്റെ തുമ്പിൽ ഒരു കവി, മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി തൂങ്ങി നിൽക്കുന്നു. എന്തുമാത്രം ചർച്ചയാവുമെന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ അന്ന് ഈ പറഞ്ഞതുപോലെ വലിയ ചർച്ചയൊന്നും ആയില്ല. ഇടപ്പള്ളി രാഘവൻ പിള്ള ഒരുപാട് ആഘോഷിക്കപ്പെട്ട കവിയല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചങ്ങമ്പുഴയുടെ പ്രഭാവം, ചങ്ങമ്പുഴ കവിതകളുടെ വല്ലാത്ത സ്വാധീനം, അതിലൊക്കെ ഇടപ്പള്ളിയുടെ മനോഹരങ്ങളായിട്ടുള്ള കവിതകൾ പലതും ഒളിമങ്ങിപ്പോയി എന്നുള്ളതാണ്. ഇനി ഞാൻ ഒരു പത്രവാർത്ത, നേരത്തെ പറഞ്ഞല്ലോ മാതൃഭൂമിയിൽ വന്ന ഒരു പത്രവാർത്ത നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി മനസ്സിലാവും. അതിങ്ങനെയാണ്: കൊല്ലം മിഥുനം 22. തുഷാരഹാരം, ഹൃദയസ്മിതം മുതലായ പല നല്ല കവിതാഗ്രന്ഥങ്ങളുടെ കർത്താവും ഒരു യുവകവി എന്ന് പ്രസിദ്ധി സമ്പാദിച്ചിട്ടുള്ളതുമായ മിസ്റ്റർ ഇടപ്പള്ളി രാഘവൻ പിള്ള സ്ഥലം ഗൗഡസാരസ്വത ബ്രാഹ്മണ ക്ഷേത്രത്തിന് സമീപത്തുള്ള വക്കീൽ മിസ്റ്റർ വൈക്കം നാരായണപിള്ള BA BLന്റെ വസതിയിലുള്ള വക്കീൽ ഓഫീസിൽ തൂങ്ങിച്ചത്തു നിൽക്കുന്നതായി ഇന്ന് രാവിലെ കാണപ്പെട്ടിരിക്കുന്നു. മിസ്റ്റർ രാഘവൻ പിള്ള മിസ്റ്റർ നാരായണപിള്ളയുടെ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വസതിയിൽ താമസിക്കുകയായിരുന്നു. സ്കൂൾ ഫൈനൽ പരീക്ഷ പാസ്സായിട്ടുള്ള മിസ്റ്റർ രാഘവൻ പിള്ള കഴിഞ്ഞ പ്രാവശ്യം നടന്ന വിദ്വാൻ പരീക്ഷയ്ക്ക് ചേർന്നിരുന്നതായും അതിൽ തോൽവി ഭവിച്ചതുമായി അറിയുന്നു. പരേതൻ മരിക്കുന്നതിന് മുൻപായി ഒരു ഒടുക്കത്തെ കത്ത് എഴുതി വച്ചിരുന്നതായും തൻ്റെ ആശകളൊന്നും സാധ്യമാകാതിരിക്കുന്നത് നിമിത്തം ജീവിതം അവസാനിപ്പിക്കുന്നുവെന്നും ഇതിൽ മറ്റാരും കുറ്റക്കാരല്ലെന്നും അതിൽ എഴുതിയിട്ടുള്ളതായും കേൾക്കുന്നു. പ്രേതത്തിൻ്റെ കാലുകളുടെ തള്ളവിരലുകൾ തറയിൽ തൊട്ടിരുന്നു അത്രേ. പരേതൻ്റെ കഴുത്തിൽ ഒരു പൂമാല അണിഞ്ഞിരുന്നു. പ്രേമനൈരാശ്യമായിരിക്കണം മരണഹേതു എന്ന് അനുമാനിക്കപ്പെടുന്നു. ടു മൈ ഫ്രണ്ട്സ് ആൻഡ് ഫോക്സ് എന്നായിരുന്നു അത്രേ ഒടുക്കത്തെ കത്തിൽ മേൽവിലാസം. മരണത്തെപ്പറ്റിയും മറ്റും പ്രസ്താവിക്കുന്ന ഏതാനും ഇംഗ്ലീഷ് പുസ്തകങ്ങളും സമീപത്ത് വച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാരെത്തി മഹസർ മുതലായവ തയ്യാറാക്കിയ ശേഷം പ്രേതം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുന്നു. ഇതാണ് അന്ന് മാതൃഭൂമി പത്രത്തിൽ അച്ചടിച്ചു വന്ന മരണവാർത്ത. അതിനോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മണിനാഥം എന്ന് പറയുന്ന ആ കവിതയും പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പോൾ ഇടപ്പള്ളി രാഘവൻ പിള്ളയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബാല്യം, ജീവിതം, പ്രവർത്തനം, സാഹിത്യകൃതികളെക്കുറിച്ച് ഞാൻ ഒരുപാടൊന്നും പറഞ്ഞില്ല. ചങ്ങമ്പുഴയുടെ ബാഷ്പാഞ്ജലി പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കൃതികൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ, രചനകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. കഥകൾ എഴുതിയിരുന്നു, വിവർത്തനങ്ങൾ ഉണ്ടായിരുന്നു, ചെറിയ ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിരുന്നു. ഈ പറഞ്ഞതുപോലെ ധാരാളം കവിതകൾ. ഈ കവിതകളൊക്കെ തന്നെ പിന്നീട് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മുൻകൈയെടുത്ത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കുടുംബക്കാരിൽ നിന്നും അനുവാദമൊക്കെ വാങ്ങി അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ മനോഹരങ്ങളായിട്ടുള്ള, ഞാൻ ഈ പറഞ്ഞല്ലോ, സുന്ദരമായിട്ടുള്ള ചങ്ങമ്പുഴ കവിതകളോട് കിടപിടിക്കുന്ന, ഒരുപക്ഷെ ചങ്ങമ്പുഴയെയും ഈ ഇടപ്പള്ളിയുടെ വരികൾ സ്വാധീനിച്ചിരുന്നിരിക്കാം എന്ന് ചിന്തിക്കുന്നത്. പരസ്പരം ഒരു സ്വാധീനം അവർക്കുണ്ടായിരുന്നു എന്ന് ചില വരികൾ, ചില സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞ കവിതകൾ തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിന്തിക്കാൻ കഴിയും. ഇതുപോലുള്ള ധാരാളം കവിതകളുണ്ട്. ഇത് നിങ്ങൾ കണ്ടെത്തണം. ഇടപ്പള്ളി കവിതകൾ കൂടി വായിക്കണം. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കവിതകൾ കൂടി വായിക്കണം. അതും കൂടിയൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ ഈ ദിനവും വായന വാരവും ഒക്കെ
അല്ലെങ്കിൽ മാസവും ഒക്കെ പരിപൂർണതയിലെത്തുന്നത്. നമ്മൾ വെറുതെ ഒരു ദിനം വന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് പോയാൽ പോരാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ആഴത്തിൽ അറിയണം. നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ നിങ്ങളോട് ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. എങ്കിലും നിങ്ങൾ കൂടി ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ ഒന്ന് കേൾക്കണം. അപ്പോൾ നിങ്ങളുടെ അറിവ് ഓരോ കവികളെക്കുറിച്ചും ഒരു 5 ദിവസം നിങ്ങളൊരു കവിയെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. അദ്ദേഹത്തിൻ്റെ കിട്ടുന്ന ഡാറ്റാസൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യണം, വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതിനൊരു ചൂണ്ടുപലക, ഒരു ചെറിയ വെളിച്ചം, ഒരു മിന്നാമിനിങ്ങിൻ്റെ ചെറു വെളിച്ചം നിങ്ങളുടെ മനസ്സിലേക്ക് വച്ചു തരികയാണ് ചെയ്യുന്നത്. ഇത് പൂർണ്ണമല്ല, ഇതൊന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ ജീവിതം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അതെല്ലാം നിങ്ങൾ മുൻകൈയെടുത്ത് കണ്ടെത്തണം. അപ്പോൾ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഓർമ്മ ദിനം ഇനി വരാൻ പോവുകയാണ്. 4-ാം തീയതി, ജൂലൈ 4-നാണ്. അപ്പോൾ അന്ന് ക്ലാസ്സിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളോട് പറയുമ്പോൾ ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നടത്താൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഈ വീഡിയോ കൊണ്ടുള്ള ഒരു വലിയ കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.